എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ. നമുക്കിന്നൊരു കുഞ്ഞു കാര്യം നോക്കാം. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? എല്ലാവരും പറയാറുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനോട് എത്ര പ്രാവശ്യം പറയുന്നു, എന്നിട്ടും ഭഗവാൻ ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇങ്ങനെ പറയുന്ന പല പരിഭവക്കാരെയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒന്നാലോചിക്കുക, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു രീതിയുണ്ട്. ഈ പ്രപഞ്ചത്തിനോട് പറയുന്ന ഓരോ വാക്കുകളും എത്രയോ മടങ്ങായിട്ട് നമുക്ക് തിരിച്ച് നമ്മളിലേക്ക് തന്നെയാണ് വരുന്നതെന്ന് ആലോചിക്കുക. ഈ പ്രപഞ്ച മനസ്സ് തന്നെയാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന മനസ്സെന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ മനസ്സെന്ന് പറഞ്ഞാൽ പ്രപഞ്ച മനസ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ അങ്ങോട്ട് പറയുന്നത് അതെല്ലാം തന്നെ തിരിച്ച് നമ്മളിലേക്ക് വരികയാണ്. അത് നമ്മൾ പറയുന്ന സാധാരണ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒന്നും അല്ലെങ്കിൽ പോലും നമ്മൾ ആ രീതിയിലല്ല നമ്മൾ പറയുന്നതെങ്കിൽ പോലും നമ്മൾ പറയുന്നതിൻ്റെ ചില ബേസിക് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കൊരു കഥയിലേക്ക് പോകാമല്ലോ. ത്രേതായുഗത്തിലാണ്. പണ്ട് വേറൊരു യൂട്യൂബിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൈകുണ്ഠത്തിൽ സാക്ഷാൽ ശ്രീമദ് നാരായണൻ്റെ കാവൽക്കാരായിരുന്നു ജയവിജയന്മാർ. അപ്പോൾ സനകാദികൾ വന്നു. അവർ അവരെ അകത്തോട്ട് വിട്ടില്ല. അവർക്ക് ദേഷ്യം വന്നു. അവരവരെ ശപിച്ചു, നിങ്ങൾ അസുരന്മാരായി ജനിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ അവിടെ വന്നു, അവർക്ക് ശാവമോക്ഷമായിട്ടൊക്കെ കൊടുത്തു. നിങ്ങൾ 3 ജന്മം ജനിച്ചാൽ മതിയെങ്കിൽ ദുഷ്ട മനസ്സുള്ള അസുരന്മാരായി ജനിച്ച് എൻ്റെ കൈകൊണ്ട് വധിക്കപ്പെട്ട് വീണ്ടും നിങ്ങൾക്ക് തിരിച്ചിവിടെ വരാം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അത് തന്നെ മതി, ഭഗവാനെ വിട്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളത് തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞതനുസരിച്ചിട്ടാണ് സത്യയുഗത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ടും, ത്രേതായുഗത്തിൽ രാവണനും കുംഭകർണനും, ദ്വാപരയുഗത്തിൽ ദന്തവക്ത്രനും ശിശുപാലനുമായിട്ട് ഈ ജൈവിജന്മാരാണ് ജനിച്ച് ഭഗവാന്റെ കൈകൾ കൊണ്ട് മരണം സംഭവിച്ചവർ തിരിച്ച് ആ രൂപത്തിൽ തന്നെ ഭഗവാന്റെ കാവൽക്കാരായി മാറിയത്. അതിൽ നമ്മൾക്കിന്ന് പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് കുംഭകർണനാണ്. ജൈവിജന്മാരിൽ വിജയൻ്റെ ഒരു ജന്മമാണ് അദ്ദേഹം, കുംഭകർണൻ. കുംഭകർണൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, കുംഭം പോലെ വലിയ കുടം കമത്തിയ പോലത്തെ, അല്ലെ വലിയ കുംഭം, കുടം എന്ന് പറയുന്നല്ലേ, അങ്ങനത്തെ വലിയ വാർപ്പ് പോലത്തുള്ള ചെവികളോട് കൂടിയവനാണ്. കുംഭ പോലത്തെ കർണങ്ങളോട് കൂടിയവനാണ് കുംഭകർണൻ. ഈ കുംഭകർണൻ ഭയങ്കര പരാക്രമശാലിയാണ്, അതിബലവാനാണ്. ജനിച്ചപ്പോൾ തന്നെ കണ്ട ആൾക്കാരൊക്കെ വിഴുങ്ങി തിന്ന്, ജനിച്ച ഉടനെ തന്നെ വിശപ്പും പരവേശവും ഒക്കെ ആയിട്ടാണ് ജനിക്കുന്നത്. ഇന്ദ്രസേനകളെയൊക്കെ അങ്ങ് വിഴുങ്ങിയെന്നാണ് പറയുന്നത്. കണ്ടവരെ ഒക്കെ മുമ്പിൽ കണ്ട എല്ലാം പക്ഷിമൃഗാദികളെ എല്ലാം വിഴുങ്ങി, എന്നിട്ടും വിശപ്പ് തീരുന്നില്ല. ഭയങ്കര വിശപ്പ്, അതിപരാക്രമി, ചെന്ന് കാണുന്നവനെയൊക്കെ ഉപദ്രവിക്കുക, അങ്ങനെ എന്തൊക്കെ ശല്യം ആർക്കൊക്കെ ചെയ്യാമോ അത് മുഴുവൻ ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു ജനിച്ചപ്പോൾ മുതൽ. ദേവന്മാരെ വരെ എല്ലാം ആക്രമിച്ചു, ഐരാവതത്തിൻ്റെ കൊമ്പ് പോലും പറിച്ചെടുത്തു, ബ്രഹ്മദേവനെ ഉപദ്രവിച്ചു. ഈ ഭയങ്കരമായിട്ട് നടന്ന ഒരു ഇതുകൊണ്ട് എല്ലാവരും ഭയചകിതരായിരിക്കുകയായിരുന്നു, ദേവന്മാർ പോലും. അപ്പോൾ അങ്ങനെ ഇരിക്കെ രാവണനും വിഭീഷണനും കുംഭകർണനും ഇവർ 3 സഹോദരന്മാരാണല്ലോ. അവർ 3 പേരും ബ്രഹ്മദേവനെ തപസ് ചെയ്തു. ബ്രഹ്മദേവനെ തപസ് ചെയ്ത് അവർ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്ന വരങ്ങൾ തരണം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കുംഭകർണൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. അയാൾ 6 മാസം ഉറക്കമായിരിക്കും, 6 മാസം ഭയങ്കര ഉപദ്രവം എല്ലാവർക്കും ചെയ്യുന്നൊരു വ്യക്തിയാണ്, അല്ലേ. ഇതിന് മുമ്പുള്ള കഥയാണ് ഈ തപസ് ചെയ്തതൊക്കെ, ഞാനതിന് ശേഷമുള്ള കാര്യം. കുംഭകർണനെ നമ്മൾ രാമായണത്തിൽ കാണുമ്പോൾ എല്ലാ ഉറക്കത്തിൻ്റെ ആളാണ്, ഭയങ്കരമായിട്ട് ഉറങ്ങും. അപ്പോൾ ആ 6 മാസം ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6 മാസം ആരെയൊക്കെ ഉപദ്രവിക്കണം, ആരോടൊക്കെ എതിരിടണം, അതിനൊക്കെ ഭയങ്കര പരാക്രമശാലിയായിട്ടാണ്. ഈ ഉറങ്ങുന്ന സമയത്ത് ആർക്കും അദ്ദേഹത്തെ ഉണർത്താനൊന്നും പറ്റില്ല. രാമായണത്തിൽ തന്നെ രാവണൻ്റെ ആ യുദ്ധം, രാവണ യുദ്ധം നടക്കുന്ന സമയത്ത് രാവണൻ്റെ വലിയ പടയാളികളൊക്കെ മരണപ്പെട്ടു, അവരൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അനുജനായ കുംഭകർണനോട് നീ ഇനി യുദ്ധത്തിന് പോകണം എന്ന് പറയാൻ നോക്കുമ്പോൾ അദ്ദേഹത്തെ ഉറക്കത്തെ സമയമാണ്. ആ സമയത്ത് അവരെ ഉണർത്താൻ വേണ്ടി ആൾക്കാരെ പറഞ്ഞു വിടുകയാണ്, രാവണൻ്റെ ആൾക്കാർ. അവർ ചെന്ന് എത്രയോ ആയിരക്കണക്കിന് കുംഭങ്ങളിൽ രക്തവും മദ്യവും എല്ലാ കാര്യങ്ങളും വെച്ച് കുന്നുപോലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ച് ഒക്കെ ആക്കിയിട്ടും വിളിച്ചിട്ടും തൊട്ടിട്ടും ഒന്നും അദ്ദേഹത്തിന് യാതൊരു ഇത്, കാരണം അത്ര നിദ്രയാണ്, ഭയങ്കര അടിപെട്ട് നിദ്രയാണ്. ആ സമയത്തപ്പോൾ എന്ത് ചെയ്തു, ആനകളെ ദേഹത്തുകൂടെ ഓടിച്ചു വിട്ടെന്നാണ് പറയുന്നത്. എത്രയോ ആനകളെ
പക്ഷേ അദ്ദേഹത്തിന് ഇതൊന്നുമില്ല. നമുക്ക് സാധാരണ നമ്മൾ ഉറങ്ങുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും കൈ കൊണ്ടിങ്ങനെ തട്ടുന്ന പോലെ അത്രയേ ഉള്ളൂ. പക്ഷേ ഓരോ ശ്വാസം എടുക്കുമ്പോഴും എത്രയോ ആൾക്കാർ മൂക്കിൽ കൂടെ അകത്ത് കയറുന്നു, എത്രയോ പേര് ചെവി കൂടെ പുറത്തു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനകളെ കൊണ്ട് മൂക്കിനകത്ത് രോമം പിടിച്ച് വലിപ്പിച്ചു, വലിയ വലിയ എത്രയോ കുംഭങ്ങൾ കണക്ക് ചെവിക്കകത്ത് വെള്ളം കോരി ഒഴിച്ചു. ഇതൊന്നും അദ്ദേഹത്തിന് ഒന്നും നിദ്രയെ ശല്യപ്പെടുന്നില്ല, യാതൊരുമായിട്ടും അദ്ദേഹത്തെ നിദ്രയെ ഉണർത്താൻ പറ്റുന്നില്ല. പക്ഷേ എങ്ങനെയോ ആരുടെ ഭാഗ്യം കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്തൊക്കെ നമ്മളൊരു ബുദ്ധിമുട്ടുകളവർക്ക് അതി വരുമ്പം നമ്മളൊന്ന് എഴുന്നേക്കാൻ നോക്കുമല്ലോ, അങ്ങനെ അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പം മുമ്പിൽ കാണുന്നതൊക്കെ ഈ വിഭവസമൃദ്ധമായ സദ്യകളും രക്തവും മദ്യവും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹം ദേഷ്യപ്പെടാതെ ഇതെല്ലാം എടുത്തങ്ങ് ഭക്ഷണം കഴിച്ചു വെച്ച്, ആരാ എന്നെ ഉണർത്തിയത്, എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കാണ് പിന്നെ രാവണൻ അവിടെ എത്തി, ഞാൻ യുദ്ധത്തിന് വേണ്ടിയിട്ട് നിൻ്റെ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ഉണർത്തേണ്ടി വന്നത് എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ രാവണന് ഈ കുംഭകർണനോട് ഇത് പറയുന്ന സമയത്ത് കുംഭകർണൻ അപ്പോൾ ആലോചിക്കുകയാണ്, എനിക്ക് എങ്ങനെയാണ് ഈ ഉറക്കത്തിൻ്റെ ഇതാ വന്നത്. അദ്ദേഹം ഭയങ്കര പരാക്രമശാലിയാണ്, ഉപദ്രവി, പക്ഷേ എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ജയവിജയന്മാരുടെ നല്ല ഒരു അംശം രാവണനുണ്ട്, കുംഭകർണനുണ്ട്. അതുകൊണ്ടാണ് രാവണൻ പോലും സാക്ഷാൽ മഹാവിഷ്ണുവാണ് ശ്രീരാമനായി അവതരിച്ചിരിക്കുന്ന ഉള്ളിലൊരു ബോധമുണ്ട്. അതേപോലെ കുംഭകർണനും ആ ബോധമുണ്ട്. അപ്പോൾ ഈ കുംഭകർണന് ഈ നിദ്ര ഇത്രയും വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് രാവണനും വിഭീഷണനും കുംഭകർണനും 3 പേരും ബ്രഹ്മദേവനെ തപസ്, ഞാൻ ഒരു മുമ്പ് പറഞ്ഞിരുന്നല്ലോ തുടങ്ങുമ്പോൾ, അങ്ങനെ തപസ് ചെയ്ത സമയത്ത് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും അതുപോലെ തപസ് ചെയ്താൽ വന്നല്ലേ പറ്റുള്ളൂ ഭഗവാന്മാർക്ക്. അപ്പോൾ വന്ന് ചോദിച്ചിട്ട് എന്താ ആവശ്യം ചോദിച്ചു. വിഭീഷണൻ ഒരു വരം ചോദിച്ചത് നടന്നു, രാവണൻ ചോദിച്ചു അത് കൊടുത്തു. അപ്പോൾ പിന്നെ ആരാണ്? കുംഭകർണനാണ്. കുംഭകർണൻ പറഞ്ഞു, എനിക്ക് അജയ്യനാവണം, എനിക്ക് ഒരു ദേവന്മാരെയും ബാക്കി വെക്കാതെ എനിക്ക് എല്ലാവരെയും വിജയിച്ച് എല്ലാവരെയും നേരിട്ട് എനിക്ക് ജയിക്കണം എന്ന് പറയേണ്ട ആ ഉദ്ദേശം അദ്ദേഹം പറഞ്ഞത് നിർദേവത്വം എന്നാണ് അതിന് പറയേണ്ടിയിരുന്ന വാചകം. പക്ഷേ ഒരിക്കലും ഭഗവാന്റെ സങ്കല്പം നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. ഭഗവാനാണ് ഇതെല്ലാം സങ്കല്പിക്കുന്നത്. ഒരു പുൽക്കൊടി പോലും അനങ്ങണമെങ്കിൽ സാക്ഷാൽ ശ്രീമൻ നാരായണൻ വിചാരിക്കണം. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ നാവ് പിഴ സംഭവിച്ചു എന്നാണ് പറയുന്നത്. നിർദേവത്വം എന്ന് പറയുന്നതിന് പകരം നിദ്രാവത്വം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു പോയത്. ആര്? സാക്ഷാൽ കുംഭകർണൻ. നിർദേവത്വം എന്ന് പറയുന്നത് നിദ്രാവത്വം എന്നായി പോയി എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഭഗവാന്റെ ഒരു സങ്കല്പമായിരിക്കണം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അങ്ങനെ ഒരു നാവ് പിഴ പോലും അവിടെ വരില്ല. നാവ് പിഴ സംഭവിച്ച് പലയിടത്തും പലതും നടന്നത് നമുക്കറിയാം. പല പല സ്ഥലത്തും ഇതുപോലെ നടക്കുന്നുണ്ട്. കാരണം ഒരേ പ്രാവശ്യം ഒരേ കാര്യം 5 പ്രാവശ്യം ആവശ്യപ്പെട്ടതാണെന്നാണ് പറയുന്നത്. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാർ വന്നത്. എനിക്ക് സദ്ഗുണസമ്പന്നനായ ഭർത്താവിന് വേണം എന്ന് 5 പ്രാവശ്യം. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു വാക്ക് പറഞ്ഞാൽ പോലും അതിന് ഫലവത്താണ്. പക്ഷേ ഇന്ന് കലിയുഗത്തിൽ അതിനാവശ്യം അല്ല. കലിയുഗത്തിൻ്റെ രീതിയെ വേറെയാണ്, നമുക്കതെല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും ഇങ്ങനെ പലതും പറയുന്നതിൻ്റെ രീതികൾ മാറുന്നത് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നിദ്രാവത്വം ശരി, അങ്ങനെ സംഭവിക്കട്ടെ, നീ പൂർണ്ണ നിദ്രയിലാവട്ടെ, ഒരു ദിവസം മാത്രം നീ ഉണർന്നിരിക്കട്ടെ എന്നാണ് ബ്രഹ്മദേവൻ അനുവാദം കൊടുത്തത്. അപ്പോൾ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം പശ്ചാത്തപിച്ച് പറഞ്ഞു, എന്നെ രക്ഷിക്കണം, എനിക്കതിന് ഒരു മോക്ഷം തരണം, എനിക്കങ്ങനെ എന്ന് പറഞ്ഞ് നീ 6 മാസം ഉറങ്ങുകയും 6 മാസം നീ ഉണർന്നിരിക്കുകയും ചെയ്യട്ടെ. 6 മാസം അറിയാം ഉപദ്രവമേ ഉണ്ടാവുള്ളൂ എന്ന് ബ്രഹ്മദേവനും അറിയാം. കാരണം അദ്ദേഹം ആ കുഞ്ഞിലെ ജനിച്ചപ്പോൾ തന്നെയുള്ള ഇദ്ദേഹത്തിൻ്റെ പരാക്രമങ്ങളൊക്കെ കണ്ടതാണ്. പക്ഷേ എന്നാലും ആ രീതിയാണ് അദ്ദേഹം തുടർന്നത്. കുംഭകർണൻ്റെ 6 മാസം ഉറക്കവും 6 മാസം ഉണർന്നിരുന്ന് എല്ലാവരും ഉപദ്രവിക്കുന്ന ഒരവസ്ഥയാണ്. ഞാനിത് പറയാൻ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥനകളും നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഭഗവാനോട് പറയുന്നതും ഈ രീതിയിലാണ്. നമ്മൾ ആ ഒരു ആവേശം കൊണ്ട്, അല്ലെങ്കിൽ ഇതിപ്പോൾ കുംഭകർണൻ പറഞ്ഞത് ആ ആവേശമാണ്, എല്ലാവരെയും നശിപ്പിക്കാനും ഒതുക്കാനും പറ്റുള്ള ആ ഒരു ആഹ്ലാദം, ആവേശം, അതിലൊത്തപ്പോഴാണ് നാവ് പിഴ സംഭവിച്ചു പോയത് അല്ലേ. അതേപോലെ ഒരമ്മയ്ക്ക് നമ്മുടെ കുഞ്ഞിന് ഒരു സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ, എൻ്റെ ഭഗവാനെ എൻ്റെ കുഞ്ഞിൻ്റെ രോഗം മാറ്റിത്തരണേ, എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറ്റിത്തരണേ, ഇങ്ങനെയൊക്കെ പറയുന്നത് ഏറ്റവും തെറ്റായ ഒരു രീതിയിലാണെന്നുള്ളതാണ്. അതൊരു നെഗറ്റീവ് എനർജിയെ വിളിച്ചു വരുത്തുന്നതാണ്. ഭഗവാൻ ഒരിക്കലും അവിടെ കനിയാൻ കഴിയില്ല. അതേസമയം എൻ്റെ കുഞ്ഞിന് സുഖം തരണേ, എൻ്റെ കുഞ്ഞിന് ആരോഗ്യം തരണേ, എൻ്റെ വീട്ടിലൊരു സമാധാനം തരണേ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തഥാസ്തു എന്ന് പറയുന്ന ആ സമയത്തിന് അനുഗ്രഹം തന്നിരിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കും ഓരോ വാചകവും
ലോക നന്മയ്ക്ക് വേണ്ടി പറയുന്ന രീതിയിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ പറയുമല്ലോ സമസ്ത ലോക സുഖനോ ഭവന്തു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാൻ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഒന്നാലോചിക്കണം, നമ്മളും അതിനകത്ത് പെടുന്നു എന്നുള്ളതാണ്. സമസ്ത ലോക എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾക്കും തീർച്ചയായിട്ടും ആ ഐശ്വര്യങ്ങൾ നമ്മളിലേക്കും വന്നറിയുന്നുണ്ടാവും. പിന്നെന്താ, പൂർണ്ണമായി സമർപ്പണ ഭാവത്തോടുകൂടിയാണ് പറയേണ്ടത്. സർവം ഭഗവാനെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു, എനിക്കൊന്നും അറിയില്ല, അവിടുത്തെ ഇച്ഛയാവട്ടെ എൻ്റെ ഇച്ഛ, അവിടുത്തെ ഒരു ഉപകരണമായി എന്നെ മാറ്റിയാലും നമ്മൾ അത്ര താഴ്മയായി ഭഗവാന് സമർപ്പിച്ചാൽ മാത്രമേ ഭഗവാന് ഒരു സാന്ത്വനം നമ്മളോടും തോന്നാറുള്ളൂ. പിന്നെ എന്താ, നമുക്ക് എല്ലാം ഒരു നിഷ്കാമമായി നമുക്കൊന്നും വേണ്ട, എനിക്കിത്ര വേണം, അവന് കൊടുക്കരുത്, ഇവന് കൊടുക്കരുത്, എനിക്ക് വേണം എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് നമ്മൾ സ്വാർത്ഥത വരുന്നത്. അവനവൻ്റെ മക്കൾക്ക് വേണ്ടി, അവനവൻ്റെ ജീവിതത്തിന് വേണ്ടി ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാം, അതിനകത്ത് പ്രശ്നമില്ല. പക്ഷെ വേറൊരാൾക്ക് കൊടുക്കരുത്, അവരെക്കാളും എനിക്ക് വേണം എന്ന് പറയുമ്പം അതിനകത്ത് സ്വാർത്ഥതയായി. എല്ലാവർക്കും ലോകത്തെ ഈ പ്രപഞ്ചം നിറയെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെയുള്ള ആ പ്രപഞ്ചത്തിന്, നമ്മുടെ പ്രപഞ്ചനാഥൻ നമ്മളെ തീർച്ചയായിട്ടും അനുഗ്രഹിച്ചിരിക്കും. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഒരു നന്മ നിറഞ്ഞതാവട്ടെ. നമ്മളെപ്പോഴും ചെയ്യുന്നതും നന്ദിയോടുകൂടി, ഈ പ്രപഞ്ചനാഥൻ നമ്മൾക്കിത് വല്ലതും നമ്മുടേതാണോ, ഈ ജനിച്ചു വന്നപ്പം നമ്മൾ വല്ലതും കൊണ്ടുവന്നതാണോ, തിരിച്ചു പോകുമ്പോൾ നമ്മൾ വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ? ഒന്നുമില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ സ്വത്തിൻ്റെ അവകാശിയായി നമ്മളും കൂടെ മാറുകയാണ്. അത് സന്തോഷമായി എല്ലാവർക്കും അവകാശപ്പെട്ട സ്വത്ത് എനിക്കും അവകാശപ്പെട്ട് കിട്ടണേ, അതെനിക്കും ഭഗവാന്റെ കാരുണ്യം വേണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് പൂർണ്ണമായും ഒരു നിലയ്ക്കാത്ത പ്രവാഹം പോലെ വന്നിരിക്കും എന്നും കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്.